നമസ്കാരം. കമ്മീഷനിങ്ങിന് മുമ്പ് തന്നെ വിഴിഞ്ഞം തുറമുഖം വീണ്ടും നേട്ടങ്ങൾ കൈവരിക്കാൻ ഒരുങ്ങുന്നു. 10 വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യാനന്തര തുറമുഖമാകാൻ ഒരുങ്ങുകയാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും വിഴിഞ്ഞം തുറമുഖവും മറ്റ് 17ഓളം ചെറിയ തുറമുഖങ്ങളും ചേരുന്നതോടെ കേരളം സൗത്ത് ഏഷ്യയിലെ തുറമുഖങ്ങളുടെ നായകനായി മാറും. ആഗോള വിതരണ ശൃംഖലയിൽ വല്ലാർപാടവും വിഴിഞ്ഞവും കേരളത്തിന് ഇരട്ടിക്കരുത്തേക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ 2-3 ഘട്ടം പൂർത്തിയാകുന്നതോടെ കേരളം സുസ്ഥിര പരിസ്ഥിതി സൗഹാർദ്ദ വികസനത്തിന് ലോകമാതൃകയായി മാറും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-3 ഘട്ട വികസനം 2028 പൂർത്തിയാകുമെന്നും പാസഞ്ചർ കാർഗോ ഷിപ്മെന്റ് സൗകര്യങ്ങൾ കൂടി വരുന്നതോടെ വിഴിഞ്ഞം ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഹബ് കേരളത്തിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും പ്രവേശന കവാടമായി തീരുമെന്നും തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞു. ആഗോള തുറമുഖ വാണിജ്യ വ്യാപാര മേഖലയിൽ ഇന്ത്യക്ക് മേൽക്കൈ നേടിക്കൊടുക്കുമെന്ന് മന്ത്രി KN ബാലഗോപാലും പറഞ്ഞു. വിഴിഞ്ഞം കോൺക്ലേവ് 2025 ആഗോള നിക്ഷേപക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. രാജ്യത്ത് മറ്റൊരിടത്തും ഇത്രയും അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് തുറമുഖമില്ല. കേരളത്തിന് ആഗോള വ്യാപാര മേഖലയിൽ വലിയ കണക്ടിവിറ്റി വിഴിഞ്ഞം തുറമുഖം വഴി ലഭിക്കും. $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെന്ന കേരളത്തിന്റെ ലക്ഷ്യത്തിന് ഇത് കരുത്തു നൽകും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-3 ഘട്ടം 2028 പൂർത്തിയാകും. വിഴിഞ്ഞത്തിലൂടെ കേരളത്തെ വ്യാപാരത്തിന്റെയും ഉൽപാദനത്തിന്റെയും ആഗോള ഹബ് ആക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഭാവിയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറും. ഇതിനായി സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും വരും ദിനങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിർണായകമാണ്. തെക്കേ ഏഷ്യയിലെ സവിശേഷമായ തുറമുഖമാണ് വിഴിഞ്ഞം. മറ്റു തുറമുഖങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത പ്രത്യേകതകൾ വിഴിഞ്ഞത്തിനുണ്ട്. വിഴിഞ്ഞത്തിലൂടെ രാജ്യത്തിന്റെ 50% ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങളും നടക്കും. നിലവിൽ ദുബായ്, കൊളംബോ തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയാണ് ഇത് നടക്കുന്നത്. സമുദ്ര ഗതാഗതവും ചരക്കു നീക്കവും ഉറപ്പാക്കുന്നതിലുപരി സമുദ്രവ്യോമ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് കൂടിയായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്നും ആഗോളതലത്തിൽ ഇതിന് വലിയ സാധ്യതകളുണ്ടെന്നും അദാനി പോർട്സ് CEO പ്രണവ് ചൗധരി പറഞ്ഞു. കൂടാതെ 2ാം ഘട്ട വികസനത്തിൽ ദ്രവീകൃതമല്ലാത്ത ചരക്കുകൾ നീക്കം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വിഴിഞ്ഞമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞത്തേക്കുള്ള ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് കണ്ടെയ്നർ റെയിൽ കണക്ടിവിറ്റി ആവശ്യമാണെന്നും 2029 തുറമുഖ റെയിൽ ടണൽ യാഥാർത്ഥ്യമാകുമെന്നും വിസിൽ CEO ശ്രീകുമാർ K. നായർ പറഞ്ഞു. സർക്കാരിന്റെ നേതൃത്വത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാൽ ഇവിടെ നിക്ഷേപകർക്ക് എളുപ്പം വ്യവസായങ്ങൾ ആരംഭിക്കാനാകും. കൊച്ചി കോയമ്പത്തൂർ ഇടനാഴി കേരളത്തിന്റെ വടക്കേ അറ്റത്തേക്ക് വികസനമെത്തിക്കുന്നതോടെ കേരളം ആഗോള വ്യവസായ ഹബ്ബായി മാറുകയും ചെയ്യും. തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവിയും വളർച്ചയും തീരുമാനിക്കുന്നതിൽ മാതൃ വ്യവസായത്തിന് വലിയ പങ്കുണ്ടെന്നും ഈ വ്യവസായം ഏതെന്ന് കേരളം കണ്ടെത്തണമെന്നും വിഴിഞ്ഞം കോൺക്ലേവിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. സിംഗപ്പൂർ, റോട്ടർഡാം തുറമുഖ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായത് പെട്രോ കെമിക്കൽ വ്യവസായമാണ്. അതുപോലെ ഷാങ്ഹായ് തുറമുഖ നഗരത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചത് ഇലക്ട്രോണിക്സ് ആണ്. അതേ മാതൃകയിൽ വിഴിഞ്ഞം തുറമുഖത്തിനും ഒരു ലക്ഷ്യം ഉണ്ടാകണമെന്നാണ് അഭിപ്രായമുയർന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.